So once again, welcome to the Arthashasthra. And നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Abhyaas 6 ആണ്. So Abhyaas 5 was based on Indian government budgeting ആണ്. Abhyaas 6 was based on two topics ഉണ്ടായിരുന്നു. Indian government budgeting അതിന്റെ പാർട്ട് 2 ഉണ്ട്. അതുപോലെ മണി ആൻഡ് ബാങ്കിങ് അതിന്റെ പാർട്ട് 1 Abhyaas 6 ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് എല്ലാവരും അറ്റൻഡ് ചെയ്തായിരുന്നു ടെസ്റ്റ്. How many of you completed Abhyaas 6? Abhyaas 6 എത്ര പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ചെയ്തിരുന്നോ അതോ ഇല്ലയോ? Can comment. ചെയ്തിരുന്നോ? എത്ര പേര് കംപ്ലീറ്റ് ചെയ്തു Abhyaas 6? ക്ലാസ് മാത്രം ഇരുന്നാൽ പോരാ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ വൺസ് യു അറ്റൻഡ് ദ ക്ലാസ്, നിങ്ങളുടെ ഒരു ഇവാലുവേഷൻ ആണ് ഈ ടെസ്റ്റ് വഴി നോക്കുന്നത്. ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതിനൊപ്പം തന്നെ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക. സോ അതാണ് ഒരു 4 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ നമുക്ക്. ലാസ്റ്റ് ക്ലാസ് ഫ്രൈഡേ ഉണ്ടായിരുന്നു ക്ലാസ് സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്. സോ വി ഹാഡ് എ ഗ്യാപ്പ് ഓഫ് 5 days. സോ ഒരു 5 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ആ ഗ്യാപ്പില് പെൻഡിങ് ടെസ്റ്റുകൾ, പെൻഡിങ് വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. സോ ചെയ്യാത്തവര് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. സോ ഡിസ്കഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒന്ന് എഴുതി നോക്കുക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഡെഫിസിറ്റ് ഫിനാൻസിംഗ് ഇൻ ഇന്ത്യ. സോ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അതിനെ പറ്റിയാണ് ചോദ്യം വരുന്നത്. First question, first statement. For the last 5 financial years, including 2022-23, fiscal deficit has been increasing consecutively. So, consecutively. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, constantly, consecutively, continuously. എന്നിങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ you have to be very cautious. ശ്രദ്ധിച്ച സ്റ്റേറ്റ്മെന്റ് വായിക്കുക. അങ്ങനെയാണോ അല്ലയോ? അപ്പൊ നമ്മൾ കണ്ടിരുന്നു, we have seen the graph of fiscal deficit. So when you are seeing the fiscal deficit, 2022-23 ഉൾപ്പെടെയുള്ള ലാസ്റ്റ് 5 വർഷം നോക്കുവാണെങ്കിൽ, അതായത് 2019 മുതൽ 2022-23 വരെ നോക്കുമ്പോൾ തന്നെ you can see fiscal deficit was not constant. അത് കോൺസ്റ്റന്റ് അല്ല, അപ്സും ഉണ്ട് ഡൗൺസും ഉണ്ട്. സോ 2020-21 സമയത്ത് we have seen there was a rapid increase in the fiscal deficit. അതിനുശേഷം fiscal deficit slowly starts to reduce. അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗവൺമെന്റ് കറന്റ് 24-25 ആകുമ്പോൾ 2024-25 ആകുമ്പോൾ 4.5% GDP ആയിട്ട്, നമ്മുടെ GDP-യുടെ 4.5 ആയിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻക്രീസ് കൊണ്ട് ഇരിക്കുക എന്നാ പറയുന്നത്, അല്ലേ? ശരിയാണോ? It is said that it is increasing consecutively. Here we can see it is not increasing consecutively. Decrease ഉണ്ടാകുന്നുണ്ട്, എന്നാൽ അതിന് മുന്നേ എന്താ ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. സോ 2020 ശേഷം ഒരു ചോദ്യം വരുവാണ്, പോസ്റ്റ് 2021-22 2021-22 ശേഷം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? യു ക്യാൻ സി പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും നോക്കുകയാണെങ്കിൽ ചില വർഷം എന്താണ് സെയിം ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ യു ഹാവ് ടു ബി വെരി കോഷ്യസ് അബൌട്ട് ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫിലെ ഡേറ്റ എന്താണ് നോക്കിയിരിക്കുക. സോ 6.7 ആയിരുന്നു 2020-21. വി ക്യാൻ സി 2021 9.2 ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. അത് കഴിഞ്ഞിട്ട് 2021-22 6.7 ആണ്. ദെൻ 2022-23 we can see 6.4 ആണ്. ഇത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റും എസ്റ്റിമേറ്റും ആണ്. സോ രണ്ട് സെയിം ആണ്. ഈ രണ്ട് സെയിം ഉദ്ദേശം എന്താ? ഒന്ന് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, ഒന്ന് റിവൈസ് എസ്റ്റിമേറ്റ് ആണ്. ദെൻ 23-24 we are estimating a value of 5.9. സോ ചോദ്യം വരുവാണ്, പോസ്റ്റ് കോവിഡ് ടൈം അല്ലെങ്കിൽ 2020-21 ശേഷം
Fiscal deficit is continuously falling. ശരിയാണോ? ശരിയാണ്. So you can see 9.2, 6.7, 6.4, 5.9 എന്നാണ് ഫിഗർ വരുന്നത്. സോ കോവിഡിന് ശേഷം എന്താണ്? കണ്ടിന്യൂസ്ലി കുറയുകയല്ലേ? സോ ഇവിടെ രണ്ടും എന്താ? ഒരു വർഷത്തെ തന്നെയാണ്. അതുകൊണ്ടാണ് ശരിക്കും ഒന്ന് ബഡ്ജറ്റ് എസ്റ്റിമേറ്റും ഒന്ന് റിവൈസ് എസ്റ്റിമേറ്റുമാണ്. സോ 9.2, 6.7, 6.4, 5.9. So we can see there is a constant decline എന്ന് കാണാം. സോ ഈ രണ്ട് ഫിഗർ വന്ന മനസ്സിലായ എന്താണ്? ഈ 6.4ഉം 6.4ഉം ഒന്ന് ബഡ്ജറ്റ് എസ്റ്റിമേറ്റും ഒന്ന് റിവൈസ് എസ്റ്റിമേറ്റുമാണ്. സെയിം ഫിനാൻഷ്യൽ ഇയർ ആണ്. 2022-23 എന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ സെയിം ആണ് ചോദിച്ചേക്കുന്നത്. സോ ഇത് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ എന്താണ്? കൂടുന്നതാണ്. സോ വി ക്യാൻ സി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. Then the largest source of deficit financing is money raised from public account. അല്ല. സോ അറിഞ്ഞിരിക്കുക, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിസിക്കൽ ഡെഫിസിറ്റ് വഴി, ഫിസിക്കൽ ഡെഫിസിറ്റില് ഡിഫറെന്റ് മെത്തേഡ്സ് വഴി ബോറോ ചെയ്യുന്നുണ്ട്. പറഞ്ഞുണ്ടല്ലോ, മണി ക്യാൻ ബി ബോറോ ഫ്രം ഇന്റേണലി, എക്സ്റ്റേണലി. ഡൊമസ്റ്റിക് ബോറോയിങ്സും ഉണ്ട്, അതുപോലെ എക്സ്റ്റേണൽ ബോറോയിങ്സും ഉണ്ട്. ഇതില് ഡൊമസ്റ്റിക് ബോറോയിങ്സില് നോക്കുവാണെങ്കിൽ മണി വിച്ച് ഈസ് ബോറോ ഫ്രം മാർക്കറ്റ്, ട്രഷറി ബില്ല് വഴി, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി പേപ്പർ വഴി, ഗോൾഡ് വഴി കടം വാങ്ങുന്നതാണ് എന്ത്? ഏറ്റവും കൂടുതൽ. മാർക്കറ്റ് ബോറോയിങ്സ് ഫ്രം ദ ഗവൺമെന്റ് ഈസ് ദ ഹയസ്റ്റ് സോഴ്സ് ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. സോ യു മേ സീ ദ ഗ്രാഫ്. നിങ്ങൾ ഗ്രാഫ് കാണുവാണെങ്കിൽ ഈ പച്ച കണ്ടോ? ഈ പച്ച ഗ്രാഫ് ഇറ്റ് റെപ്രസെന്റ്സ് ദ മാർക്കറ്റ് ബോറോയിങ്സ്. ആൻഡ് ബാക്കിയുള്ള നോക്കുമ്പോൾ യു ക്യാൻ സി മാർക്കറ്റ് ബോറോയിങ്സിന്റെ ഫിഗർ. ദിസ് ഈസ് ദ വൈ ആക്സിസ് ഫോർ മാർക്കറ്റ് ബോറോയിങ്സ്. മാർക്കറ്റ് ബോറോയിങ്സിന്റെ വൈ ആക്സിസ് ആണ് ഇവിടെ കിടക്കുന്നത്. ആൻഡ് ദ എമൗണ്ട് യു ക്യാൻ സി ഇറ്റ് ഈസ് 12 ലക്ഷം കോടി. കണ്ടോ? 12 ലക്ഷം കോടിയാണ് ബോറോ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ പറയുന്നത് എന്താണ്? ദ സെക്കൻഡ് വൈ ആക്സിസ്, ഇത് y1 എന്നും ഇത് y2 എടുക്കുവാണെങ്കിൽ സെക്കൻഡ് ഉള്ള ഫിഗേഴ്സ് നോക്കൂ. ഇൻ ക്രോർ പറയുമ്പോൾ വളരെ കുറവാണ്. ഇപ്പം 6,50,000 കോടി, 5,50,000 കോടി, അത്രേ ഉള്ളൂ. ദിസ് ഫിഗർ ഈസ് വെരി ഹൈ, 12 ലക്ഷം കോടി. ആൻഡ് പബ്ലിക് അക്കൗണ്ട് വരുന്നതാണ്. സ്മോൾ സേവിങ്സ് വഴിയുള്ള ബോറോയിങ്, പ്രൊവിഡന്റ് ഫണ്ട് വഴി ബോറോയിങ്, അതാണ് ഈ ബ്ലൂ കളർ, ഈ പറഞ്ഞ ബ്ലൂ കളർ, അതുപോലെ ഈ കളർ, അതുപോലെ എക്സ്റ്റേണൽ ഡെറ്റ്, അതെല്ലാം വരുന്നത് എന്താണ്? പബ്ലിക് അക്കൗണ്ട് വഴി ബോറോയിങ് ആണ്. സോ യു ക്യാൻ സി this green color, it represents the market borrowings from the borrowings by the government. That is the highest source of deficit financing. Public account വഴിയല്ല സർക്കാർ മെജോറിറ്റി ഓഫ് ദ ഫിസിക്കൽ ഡെഫിസിറ്റും ഫിനാൻസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. പബ്ലിക് അക്കൗണ്ട് വരുന്നതാണ് സ്മോൾ സേവിങ്സ് സർട്ടിഫിക്കറ്റ്, അതുപോലെ പ്രൊവിഡന്റ് ഫണ്ട് വഴിയുള്ള പൈസ, അതുപോലെ നമ്മുടെ ഇതാണ് NIF, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ്, ഇതെല്ലാം വരുന്ന അവിടെയാണ്, പബ്ലിക് അക്കൗണ്ടിലാണ്. അതിനേക്കാളും കൂടുതലാണ് എന്ത്? മാർക്കറ്റ് ബോറോയിങ്സ്. സോ ചോദ്യം എന്താണ്? ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ഈസ് മണി റേസ്ഡ് ഫ്രം പബ്ലിക് അക്കൗണ്ട്. അല്ല, ഇറ്റ് ഈസ് മാർക്കറ്റ് ബോറോയിങ്സ് ആണ്. സോ നെയ്തർ 1 nor 2. ആൻസർ എന്താ? ഡി ആണ് ആൻസർ. രണ്ടും തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. Then which of the following is or are time deposit? So we have discussed the functions of bank. അതില് current deposit, savings deposit, fixed deposit, then recurrent deposit. അങ്ങനെ ഡിഫറെന്റ് ഡെപ്പോസിറ്റ് പറഞ്ഞു. അതിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ടേം ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ ടൈം ഡെപ്പോസിറ്റ് വരുന്നതൊക്കെയാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റും RDയുമാണ്. സോ 1 and 3 will come as the answer. സോ FD and RD, FDയും അതുപോലെ RD. റിക്കറന്റ് ഡെപ്പോസിറ്റും തിരിഞ്ഞു പോയത് കേട്ടോ, ഫിസിക്കൽ ഡെപ്പോസിറ്റ് അല്ല അവിടെ. ദിസ് RD represents recurrent deposit. FD represents fixed
deposit. So 1 and 3 ആണ് answer. Then comes to the statement regarding NPCI. NPCI is an umbrella organization for operating retail payment and settlement systems in India. So payment settlements വേണ്ടി എയിം ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് NPCI. പറഞ്ഞാണല്ലോ, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ റുപേ കാർഡ് ഡെവലപ്പ് ചെയ്തു, UPI ഡെവലപ്പ് ചെയ്തു. ഇതെല്ലാം ആരുടെ റോളാണ്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റോളാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ്, ഇറ്റ് ഈസ് എൻ ഇനിഷ്യേറ്റീവ് ഓഫ് RBI ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലല്ലോ, ഏതായിരുന്നു? ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ. സോ RBIയും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനോട് ജോയിൻ ചെയ്തിട്ടാണ് NPC എന്ന ബോഡി രൂപീകരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സോ ദ ആൻസർ വിൽ ബി 1 only. Then the fourth question, the basic aim of lead bank scheme. So ഇതൊരു പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ ആണ്. 2012 ഒരു UPSC ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ലീഡ് ബാങ്ക് സ്കീമിന്റെ മെയിൻ എയിം എന്താണ്? ഓൾറെഡി പറഞ്ഞതാണ്, ഇൻഡിവിജ്വൽ ബാങ്ക്സ് ഷുഡ് അഡോപ്റ്റ് ഡിസ്ട്രിക്ട്സ് ഫോർ ഇന്റൻസീവ് ഡെവലപ്മെന്റ്. സോ ഓരോ ബാങ്കുകളും എന്ത് ചെയ്യണം? ഓരോ ജില്ല അഡോപ്റ്റ് ചെയ്യുന്നു, അവിടെ ഉള്ള വികസനം ലക്ഷ്യമിടുന്നു. സോ ബാക്കി ഒന്നും വരുന്നില്ല. ബിഗ് ബാങ്ക് ട്രൈ ടു ഓപ്പൺ ഓഫീസ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട് അല്ല. there should be stiff competition among various nationalist banks അല്ല. all banks should make efforts to mobilize deposits അതുമല്ല. മറിച്ച് എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാ ജില്ലകളിലും ലീഡർ ബാങ്ക് വേണം. ആ ബാങ്ക് എന്ത് ചെയ്യുന്നു? ആ ജില്ലയെ പ്രോപ്പറായി സർവേ ചെയ്യുന്നു. ആ ജില്ലയിൽ ഏതൊക്കെ മേഖലയ്ക്ക് ലോൺ വേണം, അതുപോലെ ഏതൊക്കെ ആളുകൾക്ക് ലോൺ വേണം എന്ന് കൃത്യമായി അസസ് ചെയ്യുന്നു. അതനുസരിച്ച് മറ്റുള്ള ബാങ്കുകളോട് ഈ പറഞ്ഞ ബാങ്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ആൻഡ് അതുവഴി ആ ജില്ലയുടെ ഓരോ ഡെവലപ്മെന്റ് ലക്ഷ്യമിടുന്നു. സോ സി is the answer. Then consider the following events. Conversion of Imperial Bank into SBI എന്നാണ് 1955 ആണ്. നബാർഡ് എന്നാ വരുന്നത് 1982. കേരള സ്റ്റേറ്റ് 56, RB നാഷണലൈസേഷൻ 49. സോ ചോദിച്ചത് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആണ്, വിച്ച് മീൻസ് ആദ്യം നടന്നത് ആദ്യം വരണം, അവസാനം നടന്നത് അവസാനം വരണം. സോ ചോദ്യം ക്രോണോളജിക്കൽ ഓർഡർ ആണ്. സോ ശ്രദ്ധിച്ചു കേൾക്കുക. ഡിക്രീസിങ് ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ, ഇവയെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഡിക്രീസ് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഇവിടെ ചോദിച്ചിരുന്നത് കറക്റ്റ് ഓർഡർ ചോദിച്ചിരുന്നത്. ആദ്യം നടന്നത് ആദ്യം, അവസാനം നടന്നത് അവസാനം. സോ 4, then 1, 3, 2. 4, 1, 3, 2 ആണ് ആൻസർ. B is the answer. Then sixth question. Which of the following statement is or are correct? PNB is the first Indian bank to have started solely with Indian capital that surveys to the present. So Punjab National Bank is the bank which was started with Indian capital. ആണല്ലോ, ആദ്യമായി ഇന്ത്യൻ ക്യാപിറ്റൽ വെച്ച് തുടങ്ങിയ ബാങ്ക് ആയിരുന്നു PNB. നെടുങ്ങാടി ബാങ്ക് അറ്റ് കോഴിക്കോട് വാസ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള. സോ അപ്പു നെടുങ്ങാടി എന്ന വ്യക്തിയാണ് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യ സ്വകാര്യ ബാങ്കുകളാണ് നെടുങ്ങാടി ബാങ്ക്. സോ 2 ശരിയാണ്. ഇന്ത്യൻ ബാങ്ക് വാസ് ഫോംഡ് ബൈ അമാൽഗമേഷൻ ഓഫ് 3 പ്രസിഡൻസി ബാങ്ക് on April 1, 1935. അല്ല, ഈ ഡേറ്റ് മാറിപ്പോയി. എന്നാണ് വരുന്നത്? 1921 ഇന്ത്യൻ ബാങ്ക് രൂപീകരിക്കുന്നത്. സോ യു ക്യാൻ സി 1 ശരിയാണ്, 2 ശരിയാണ്. D is the right answer. Then non-performing asset in commercial banks mean. So കിട്ടാക്കടം അല്ലെങ്കിൽ നിഷ്ക്രിയ ആസ്തി എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. സോ എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ? It represents the loan in which principal or interest amount is not recovered. ഒരു ബാങ്ക് ലോൺ കൊടുത്തു, ആ ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാങ്കിന്റെ ആസ്തിയാണ്, അസറ്റ് ആണ്. ഈ അസറ്റിന് മേലെ ഒരു ബാങ്കിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആ ലോൺ എന്തായി മാറി? ഒരു നിഷ്ക്രിയ ആസ്തിയായി മാറി. സോ ആ ബാങ്കിന് ആ ലോണിന് മേലെ പലിശയോ അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടോ റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അർത്ഥം. സോ C is the answer.
So next question. Which of the following could be the possible outcomes of the merger of public sector bank that took place in recent times? So നമ്മുടെ mergerന്റെ benefits എന്തൊക്കെ ചോദിച്ചേക്കുന്നത്? First, reduction in the operation cost of banks. So I think you all remember, ഞാൻ അന്ന് പറഞ്ഞാണ് ക്ലാസ്സിൽ merger of banksന്റെ ബെനിഫിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു. സോ ഒരു ബാങ്കിലേക്ക് മറ്റു ബാങ്കിൽ മേർജ് ചെയ്യുമ്പോൾ എന്താണ് ഓപ്പറേഷണൽ കോസ്റ്റ് കുറയുന്നു. ഒരു പുതിയ ഓഫീസ് വേണ്ടി വരില്ല. അവിടെയുള്ള സ്റ്റാഫുകളെ കട്ട് ഷോട്ട് ചെയ്യാം. ക്ലീൻ സ്റ്റാഫ് ആയിരിക്കാം, സെക്യൂരിറ്റി ആയിരിക്കാം, ഇലക്ട്രിസിറ്റി ബില്ലായിരിക്കാം, ഫോൺ ബില്ലായിരിക്കാം, അതൊക്കെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. സോ ഓപ്പറേഷണൽ കോസ്റ്റ് ഓഫ് ബാങ്ക് റെഡ്യൂസ് ചെയ്യുന്നു. Then may increase the ability of banks to raise resources from the market rather than relying on state exchequer. നമ്മുടെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാതെ, ഇവിടെ സ്ഥിരം ഉദ്ദേശിക്കുന്നത് എന്താ, ഗവൺമെന്റിന്റെ മീനിങ് ആണ്. സോ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാതെ, നമുക്കറിയാം പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ബാങ്കാണ്. സോ പൊതുമേഖലാ ബാങ്കുകൾക്ക് സർക്കാർ സപ്പോർട്ട് ഇല്ലാതെ സ്വമേധയാ വർക്ക് ചെയ്യാനായിട്ട്, സ്വമേധയാ റിസോഴ്സ് റേസ് ചെയ്യാനായിട്ട് മേജർ സഹായിക്കും. കാരണം എന്താ, അവിടെ സൈസ് വർദ്ധിക്കുന്നതാണ്. സോ ദേ ക്യാൻ റെഡ്യൂസ് ദ റിലൈയിങ് ഓൺ സ്റ്റേറ്റ് എക്സ്റ്റെൻഡർ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ഇവിടെ പറയുന്നത് മേ ഇൻക്രീസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് എടുക്കാം, ശരിയാണെന്ന് പറയാം. കാരണം എന്താ, ചെയ്യാം എന്നേ പറയുന്നുള്ളൂ, ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല, അങ്ങനെ ചെയ്യാം. Then amalgamation will create more competitive banks capable of achieving economies of scale and realization of synergy benefits with wider products and service offering for customers. So നമുക്കത് വായിക്കുമെന്ന് അറിയാം, അത് തെറ്റുവാൻ ചാൻസേ ഇല്ല. കാരണം എന്താ, വലിയ ബാങ്ക് ആവുന്നു, അതിന്റെ സൈസ് വലുതാവുന്നു. അതിന്റെ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് വെച്ചാൽ അതിന്റെ സൈസ് വലുതാവുന്നു, പുതിയ പുതിയ പ്രൊഡക്ട്സ് വരുന്നു, കസ്റ്റമേഴ്സിന് മികച്ച സേവനം പ്രൊവൈഡ് ചെയ്യുന്നു. സോ വായിക്കുമെന്ന് നമുക്കറിയാം, ദാറ്റ് സ്റ്റേറ്റ്മെന്റ് cannot be wrong, തെറ്റുവാൻ ചാൻസ് ഇല്ല. സോ 1, 2, 3 all these could be the outcomes of the merger. So C is the right answer. Then the terms MSF and NDTL. So നമ്മൾ പറഞ്ഞാണ് MSF-ഉം NDTL-ഉം എവിടെ വരുന്നതാണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബാങ്കിങ് ഓപ്പറേഷൻ ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് എ പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ. 2014 UPSC ക്വസ്റ്റ്യൻ ആണ്, സിവിൽ സർവീസ് എക്സാമിന് ഒരു ചോദ്യമാണ്. MSF-ഉം NDTL-ഉം ഏത് കണ്ടസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ബാങ്കിങ് ഓപ്പറേഷൻ. Then comes to the following statement. It's a budget question ആണ്. Revenue receipt involve receipts that are not associated with increase in liability and comprise revenue from tax and non-tax sources. So that is the definition of revenue receipt. നമ്മൾ പറഞ്ഞിരുന്നു, these receipts which neither creates liability nor reduce asset. ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല, അസറ്റ് കുറയ്ക്കുന്നില്ല. അതാണ് എന്ത്, revenue receipt. സോ ഇവിടെ പറഞ്ഞ എന്താ, ഇത് വരുന്നത് ടാക്സും നോൺ ടാക്സും മാത്രമാണ്. ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നും എവിടെ വരില്ല, revenue receipt വരില്ല എന്നാ പറഞ്ഞത്. ശരിയാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. Then recovery of loans and proceeds from disinvestment would be regarded as debt creating receipt. ആണോ? അല്ലല്ലോ, നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് റെസീപ്റ്റ് ആണ്. ലോൺ റിക്കവറിയും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സും എന്താണ്, ദേ ആർ ക്യാപിറ്റൽ നോൺ ഡെറ്റ് റെസീപ്റ്റ് ആണ്. സോ 2 തെറ്റാണ്, 1 ശരിയാണ്. സോ ആൻസർ വിൽ ബി A, 1 only. Then which of the following deficit is defined as the difference between government's total expenditure and its total receipt excluding borrowings? Simplest question. ഏതാണ്? This is the definition of which deficit? Fiscal deficit. സർക്കാരിന്റെ മൊത്തം ചെലവിൽ നിന്ന് റെസിപ്റ്റ് കുറയ്ക്കുന്നു. എന്നാൽ റെസിപ്റ്റിനകത്ത് എന്ത് കുറയ്ക്കുന്നു? റെസിപ്റ്റിൽ നിന്ന് ബോറോയിങ്സ് കുറയ്ക്കുന്നു. T മൈനസ് TR, അതില് ബോറോയിങ്സ് കാണില്ല. സോ T മൈനസ് ബോറോയിങ്സ് ഒഴിവാക്കിയിട്ടുള്ള TR, അതാണ് എന്ത്, ഫിസിക്കൽ ഡെഫിസിറ്റ്. സോ C is the answer. Then
which of the following are the grounds mentioned under the escape clause for deviation from the targets of FRBM Act included after the recommendation by encasing committee? So നമ്മൾ കണ്ടിരുന്നു 2018 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് റിവൈസ്ഡ് ദ FRBM Act. നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? FRBM Act റിവൈസ് ചെയ്തു. അത് റിവൈസ് ചെയ്ത സമയത്ത് എന്ത് മാറ്റം കൊണ്ടുവന്നു? ഇറ്റ് ഹാസ് ഇൻക്ലൂഡഡ് ദ കണ്ടീഷൻ ഓഫ് എസ്കേപ്പ് ക്ലോസ്. ഏതൊക്കെ സാഹചര്യത്തിൽ സർക്കാരിന് FRBM ടാർഗറ്റ്, സർക്കാർ മുന്നേ തീരുമാനിച്ച ടാർഗറ്റിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റും, ഗവൺമെന്റിന് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും. അതായിരുന്നു എസ്കേപ്പ് ക്ലോസ് പറയുന്നത്. ഏതൊക്കെ കേസിലാണ് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കൺസിഡറേഷൻ ഓഫ് സെക്യൂരിറ്റി, വാർ, കലാമിറ്റി, ശരിയാണ്. Then decline in real output growth at least 3% below the average of previous 4 quarters. So 4 ക്വാർട്ടേഴ്സിലെ ആവറേജ് ഗ്രോത്തിനേക്കാൾ 3% ഗ്രോത്ത് കുറയുന്നു. അപ്പോഴും എന്ത് ചെയ്യാം? ഡീവിയേറ്റ് ചെയ്യാം. അതുപോലെ ഡിക്ലൈൻ ഫോറിൻ റിസർവ് ഉണ്ടോ? ഇല്ല. ഫോറിൻ കറൻസി കുറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ RBI കീപ്പ് ചെയ്യുന്ന ഫോറിൻ കറൻസി റിസർവ് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് കനോട്ട് ഇൻവോക്ക് എസ്കേപ്പ് ക്ലോസ്. സോ കലാമിറ്റി, വാർ വരുന്നു, ഗ്രോത്ത് റേറ്റ് കുറയുന്നു, നമ്മുടെ എക്കണോമിയിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറൽ റിഫോം നടപ്പിലാക്കുന്നു, ആ സമയത്ത് പറ്റും. അതല്ലാതെ ഫോറിൻ കറൻസി റിസർവ് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് കനോട്ട് ഇൻവോക്ക് എനി എസ്കേപ്പ് ക്ലോസ്. സോ 2 ഇല്ല, 1ഉം 3 മാത്രമാണ് വരുന്നത്. സോ ഏതൊക്കെയായിരുന്നു? കൺസിഡറേഷൻ ഓഫ് സെക്യൂരിറ്റി, വാർ, കലാമിറ്റി, കൊളാപ്സ് ഓഫ് അഗ്രികൾച്ചർ, then structural reforms in the economy, decline in real output growth of at least 3% below the average of previous 4 quarters. അതായത് 4 ക്വാർട്ടേഴ്സിലെ ഗ്രോത്ത് സപ്പോസ് 10% എന്ന് വിചാരിക്കുക. 4 ക്വാർട്ടേഴ്സിലെ ആവറേജ് ഗ്രോത്ത് 10%. ഇനി കറണ്ട് ക്വാർട്ടറിൽ നോക്കുമ്പോൾ സപ്പോസ് 7% താഴെ പോയി ഗ്രോത്ത്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കണ്ടീഷൻ ഇൻവോക്ക് ചെയ്യാം. സോ വെൻ കറണ്ട് ഇയറിൽ ഈ പറഞ്ഞ 3% കഴിഞ്ഞ 4 ക്വാർട്ടറിനേക്കാൾ കുറയുകയാണെങ്കിൽ ഗവൺമെന്റ് ക്യാൻ ഇൻവോക്ക് ദ escape clause so as to deviate from the target. So answer C, 1 and 3 only. Then which of the following is or are included in the capital expenditure? So repayment of principal amount of loans taken from foreign institutions. So repayment of loan എന്ന് പറയുമ്പോൾ it will reduce the liability ആണ്. ചോദ്യം ഇൻട്രസ്റ്റ് അല്ല പറഞ്ഞേക്കുന്നത്, റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ലോൺ ആണ്. നമ്മുടെ ഗവൺമെന്റ് മുന്നേ എടുത്ത ലോണ്, ആ ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുന്നു. ആ ലോൺ തിരിച്ചടച്ച് കഴിഞ്ഞു. വിച്ച് മീൻസ് എന്താണ്? അവിടെ ലയബിലിറ്റി ഇല്ലാണ്ടായി, ലയബിലിറ്റി കുറഞ്ഞു. വെൻ ദർ ഈസ് റിഡക്ഷൻ ഓഫ് ലയബിലിറ്റി, വെൻ ദർ ഈസ് ക്രിയേഷൻ ഓഫ് അസറ്റ്, എന്താണത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതുപോലെ ഗ്രാന്റ്സ് ഗിവൺ ടു ഫോറിൻ കൺട്രീസ്, ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ ഓൺ അക്വിസിഷൻ ഓഫ് ലാൻഡ്, മെഷീനറി, എക്യുപ്മെന്റ്. ഇപ്പം റാഫേൽ ജെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രാൻസിൽ നിന്ന്, നമ്മുടെ ദസോൾട്ട് നിന്ന് വി ഹാവ് പർച്ചേസ്ഡ് റാഫേൽ ജെറ്റ്. അതെന്താണ്? എക്സ്പെൻഡിച്ചർ ഓൺ അക്വിസിഷൻ ഓഫ് എൻ എക്യുപ്മെന്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ റഷ്യയിൽ നിന്ന് S-400 എന്നൊരു മെഷീൻ, എന്നൊരു വാർ മെഷീൻ നമ്മൾ വാങ്ങുവാണ്, അതിന്റെ പ്രോസസ്സിലാണ്. ആൻഡ് യു ക്യാൻ സി അതും എന്താണ്? ഒരു അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് ആണ്. സോ 1, 3 ഇവ രണ്ടും എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. 2 എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. Then consider statement regarding RBI ആണ്. The central government can supersede the RBI board and issue directions to RBI after consulting the governor if they are necessary in public interest. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് RBIയുടെ ബോർഡിനെ സൂപ്പർസീഡ് ചെയ്തിട്ട് അതിനെ മറികടന്നുകൊണ്ട് RBIക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ഷൻസ് കൊടുക്കാൻ കഴിയും.
after consulting with governor. So governor consult ശേഷം കേന്ദ്ര government can supersede, it can give directions to the RBI if they are necessary in public interest. പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് RBI ബോർഡിനെ മറികടന്നുകൊണ്ട് RBI നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Then governor holds office for a period not exceeding 5 years. അത് ശരിയാണ്. When a governor is appointed, less than 5 years ആയിരിക്കും എന്ത് 5 വർഷത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല. അറ്റ് എ ടൈം അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു ഗവർണർക്ക് തുടരാൻ കഴിയില്ല. എന്നാൽ he is eligible for appointment ആണ്. റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഒരു ഗവർണറെ ഒരിക്കൽ അപ്പോയിന്റ് ചെയ്തു, ഇനിഷ്യലി സപ്പോസ് ഒരു 4 years അപ്പോയിന്റ് ചെയ്തു, അത് കഴിഞ്ഞ് സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ പിന്നെയും റീഅപ്പോയിന്റ് ചെയ്യാം. ഇവിടെ പറഞ്ഞ എന്താ, നോട്ട് എലിജിബിൾ എന്നാണ്. ദാറ്റ് ഈസ് റോങ്. സോ ആൻസർ എന്താ, 1 only. A is the right answer. Then next question. Consider the statement regarding cash management bill ആണ്. Cash management bill is a comparatively new short-term instrument issued by RBI. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി, കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി RBI ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ക്യാഷ് മാനേജ്മെന്റ് ബിൽ. ദാറ്റ് ഈസ് കറക്റ്റ്. They resemble tables in character but are issued for a period greater than 91 days. ആണോ? ക്യാഷ് മാനേജ്മെന്റ് ബില്ല് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു they are issued for a period less than 91 days, less than 3 months. 3 മാസം താഴെ ഇഷ്യൂ ചെയ്യുന്നതാണെന്ത് നമ്മുടെ ട്രഷറി ക്യാഷ് മാനേജ്മെന്റ് ബിൽ എന്ന് പറഞ്ഞാൽ. ട്രഷറി ബിൽസ് എന്ന് പറയുമ്പോൾ അതൊക്കെയാ 3 ഉണ്ട്. 91 day, 182 day, 364 day. These are the treasury bills എന്ന് പറയുമ്പോൾ. ആൻഡ് CMB എന്ന് പറയുമ്പോൾ they are issued for a period less than 91 day ആണ്, greater അല്ല. So 1 only is the right answer. Then which of the following entity pleases FII, Financial Inclusion Index? അറിഞ്ഞിരിക്കുക, ഇത് ഇടയ്ക്ക് വാർത്ത വരുന്നതാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് ഇത് ഏത് എൻറ്റിറ്റി റിലീസ് ചെയ്യുന്ന ചോദ്യം. So it is released by Department of Finance Services under Ministry of Finance ആണ്. സോ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതല്ല, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ ഈ PDF കാണും, അതിനൊപ്പം തന്നെ ഇൻ യുവർ നോട്ട് ഇറ്റ്സെൽഫ്, നിങ്ങൾ എഴുതുന്ന നോട്ടിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു കോളം വെച്ചിട്ട് ഒരു ബോക്സ് വെച്ചിട്ട് എഴുതി വെച്ചേക്കുക ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ്. ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് സർവീസസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ്, ഇറ്റ് ഈസ് ഇത് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുവാണെങ്കിൽ it mainly uses the indicators like access to financial services, usage of financial services, and quality of products and service delivery. So ഈ 3 indicators ആണ് FII-ല് വരുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സിനകത്ത് you can see there are 3 indicators. നമ്മുടെ ബാങ്ക് കൊടുക്കുന്ന ധനകാര്യ സർവീസിനുള്ള ആക്സസ്, ഒരു വ്യക്തിക്ക് how far the services provided by the banks are accessible, അതുപോലെ how far it is used, and how far the quality of the products and service delivery. അതാണ് ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയിൽ ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ധനകാര്യ സർവീസിനുള്ള accessibility. How can a person access that service? അല്ലെങ്കിൽ how much service, അല്ലെങ്കിൽ how easy to access that service. Then എത്ര പേര് അത് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ അതിന്റെ ക്വാളിറ്റി എന്താണ്. അതാണ് ഇങ്ങനെ 3 ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ RBIയുടെ ഒരെണ്ണമുണ്ട്, അതാണ് TPI. So the RBI is releasing an index called as Digital Payment Index. So കറണ്ട് അഫേഴ്സ് ബേസിൽ നോട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഇൻഡെക്സുകളൊക്കെ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്ന ആര്? DPI ഓർ ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ RBI ആണ്. ആൻഡ് DPIക്കകത്ത് 5 കമ്പണൻസ് വരുന്നുണ്ട്. ഒന്ന് പേയ്മെന്റ് എനാബ്ലേഴ്സ്, പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഡിമാൻഡ് സൈഡ്,
പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ സപ്ലൈ സൈഡ്, പേയ്മെന്റ് പെർഫോമൻസ്, കൺസ്യൂമർ സെന്റിസിറ്റി. ഇങ്ങനെ 5 പാരാമീറ്റേഴ്സ് ആണ് മെഷർ ചെയ്യുന്നത്. സോ പേയ്മെന്റ് ഇൻഡബ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെഷറിംഗ് നമ്മുടെ ഏതൊക്കെ വിധേനയാണ് ആളുകൾ പേയ്മെന്റ് നടത്തുന്നത്. സോ ദിസ് ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ സാമ്പത്തിക ഉൾപ്പെടുത്തലാണ് മെഷർ ചെയ്യുന്നത്. സെക്കൻഡ് ഇൻഡെക്സ് DPI ഈസ് മെഷറിംഗ് ദ ഡിജിറ്റൽ പേയ്മെന്റ്സ് എക്കോസിസ്റ്റം ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് എത്രമാത്രം ഡിജിറ്റൽ പേയ്മെന്റ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദ എക്സ്റ്റെന്റ് ഓഫ് ഡിജിറ്റൈസേഷൻ ഓഫ് പേയ്മെന്റ്സ്, അതാണ് മെഷർ ചെയ്യുന്നത്. അതിൽ നോക്കുന്നത് എങ്ങനെയൊക്കെ പേയ്മെന്റ് നടക്കപ്പെടുന്നു, അതുപോലെ ആൾക്കാർ ഏതൊക്കെ രീതിയിൽ ഇത് പേ ചെയ്യുന്നു, ഏതൊക്കെ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്, അതാണ് പേയ്മെന്റ് ഇൻഡബ്ലസ്. ഇന്റർനെറ്റ്, മൊബൈൽ, ആധാർ, ബാങ്ക് അക്കൗണ്ട്, പാർട്ടിസിപ്പൻസ്. സോ ഈ പറഞ്ഞ ഡിജിറ്റൽ പേയ്മെന്റിനെ വിച്ച് ആർ ദ ഫോളോയിങ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ സപ്പോർട്ടീവ് മെക്കാനിസം, ഈ ഡിജിറ്റൽ പേയ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മെക്കാനിസം, നെറ്റ്, മൊബൈല്, ആധാർ, അപ്പൊ ഇതൊക്കെ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI പോലുള്ള ഇൻസ്ട്രുമെന്റ് ആണോ, മൊബൈൽ ബാങ്കിങ് ആണോ, ഫാസ്ടാഗ് ആണോ, ഇവയുടെ യൂസേജ്. ദെൻ നമ്മുടെ സപ്ലൈ സൈഡിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ ഇത് ഉപയോഗിക്കപ്പെടുന്നു, ഇപ്പൊ ATM മെഷീൻസ്, അല്ലെങ്കിൽ ATM മെഷീൻസ് വഴിയാണോ, അല്ലെങ്കിൽ QR കോഡ് വഴിയാണോ, POS ടെർമിനൽസ് വഴിയാണോ, പോയിന്റ് ഓഫ് സെയിൽ മെഷീൻസ് അല്ലേ അതുവഴിയാണോ, സോ അത് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ പെർഫോമൻസ്, എത്രമാത്രം വോളിയം, എത്രമാത്രം വാല്യൂ, ആദ്യമായി എത്ര പേര് ഉപയോഗിക്കുന്നു, അതുപോലെ ഈ ക്ലിയറൻസിന് വേണ്ടി എത്ര പേര് ഉപയോഗിക്കുന്നു, ദെൻ ക്യാഷ് വിഡ്രോവൽസിന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ അറിയേണ്ടത് ഏതൊക്കെയാണ് ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ്: പേയ്മെന്റ് എനേബിളേഴ്സ്, പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡ് സൈഡ് ആൻഡ് സപ്ലൈ സൈഡ്, ദെൻ പേയ്മെന്റ് പെർഫോമൻസ്, കൺസ്യൂമർ സെന്റിസിറ്റി. These are the 5 indicators, 5 parameters used for DPI എന്ന് പറഞ്ഞാൽ. സോ ഇതാര് റിലീസ് ചെയ്യുന്നു, ഓരോ ഇൻഡെക്സും റിലീസ് ചെയ്യുന്നു, ഏതൊക്കെയാ പാരാമീറ്റേഴ്സ്, സബ് കാറ്റഗറി അറിയണമെന്നില്ല, പാരാമീറ്റേഴ്സ് മാത്രം. Then which among the following payment systems are presently operated by RBI? So RBI ഓപ്പറേറ്റ് ചെയ്യുന്ന പേയ്മെന്റ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞാണ്. നെഫ്റ്റും RTGS-ഉം. നെഫ്റ്റ് ആൻഡ് RTGS ഇത് രണ്ടുമാണ് RBI വരുന്നത്. UPI-യും IMPS-ഉം ആര് ഓപ്പറേറ്റ് ചെയ്യുന്നത്? NPCI ആണ്. ഇതിലൊരു കറക്ഷൻ ഉണ്ട്. സോ വെൻ ഐ ടേക്ക് ദി ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു RTGS was available only during bank working days, അല്ലെങ്കിൽ ബാങ്കിന്റെ വർക്കിംഗ് അവേഴ്സ് മാത്രമാണെന്നാ പറഞ്ഞത്. എന്നാൽ അങ്ങനെ അല്ല. ആസ് പെർ RBI website, RBI has made RTGS round the clock. നമ്മുടെ നെഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നെഫ്റ്റ് 2020 ആദ്യം, 2020 തുടക്കത്തില് ഗവൺമെന്റ് RBI എന്ത് ചെയ്യുന്നു, നെഫ്റ്റ് വാസ് അവൈലബിൾ റൗണ്ട് ദ ക്ലോക്ക്. എന്നാൽ RTGS ആ സമയത്ത് ആയിരുന്നില്ല. എന്നാൽ ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദ ഇയർ RTGS വാസ് ആൾസോ മെയ്ഡ് റൗണ്ട് ദ ക്ലോക്ക് ടുവാർഡ് ദ ഇയർ. അതായത് എപ്പോഴും 24/7 RTGS-ഉം അവൈലബിൾ ആണ്. സോ എവറി വൺ ഹാസ് ടു മേക്ക് കറക്ഷൻ ഇൻ ദ നോട്ട്. സോ വെൻ വി ഡിസ്കസ് ദാറ്റ് ഞാൻ പറഞ്ഞിരുന്നു RTGS വാസ് അവൈലബിൾ ഓൺലി ഡ്യൂറിങ് ബാങ്ക് അവേഴ്സ് എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് എ റോങ്. കാരണം നിങ്ങളിപ്പോ ബുക്ക് വായിക്കുമ്പോൾ വെൻ യു ആർ റീഡിങ് ദ ബുക്ക് ഓർ വെൻ യു ആർ റെഫറിംഗ് ടു വെബ്സൈറ്റ്സ്, ഡിഫറെന്റ് വെബ്സൈറ്റ് നോക്കുമ്പോഴായാലും നിങ്ങൾ തന്നെ കാണും RTGS ഈസ് അവൈലബിൾ ഓൺലി ഡ്യൂറിങ് ബാങ്ക് അവേഴ്സ് കാണാം. അത് തെറ്റാണ്. ആസ് പെർ RBI's ഒഫീഷ്യൽ വെബ്സൈറ്റ്. കൂടാതെ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ ബാങ്ക് വർക്ക് ചെയ്യുന്ന കൊച്ചുകളോട് ചോദിച്ചു, SBIയിലെ ഒരു മാനേജർ ഉണ്ട്, അപ്പൊ അവരോട് ചോദിച്ചു. അവരും ആദ്യം പറഞ്ഞത് എന്താണ്, ബാങ്ക് അവേഴ്സ് മാത്രമുള്ളതെന്നാ പറഞ്ഞത്. പക്ഷെ എന്നാൽ ആഫ്റ്റർ റെഫറിങ് അവർ പറഞ്ഞു അങ്ങനല്ല, ഈ പറഞ്ഞ RTGS ഇപ്പോ എന്താണ് ത്രൂ ഔട്ട് ദ ക്ലോക്ക് ഉണ്ട്. നമ്മുടെ നെഫ്റ്റ് പോലെ തന്നെ 24 hours 25/7 എന്താണ് നെഫ്റ്റും RTGS-ഉം അവൈലബിൾ ആണ്. സോ എവറി വൺ ഹാസ് ടു മേക്ക് ദിസ് കറക്ഷൻ ഇൻ ദ. സോ ഇതിന് ആൻസർ എന്താ? RBI മാനേജ് ചെയ്യുന്നത് നെഫ്റ്റ് ആൻഡ് RTGS ആണ്. ആൻസർ ഈസ് 1 and 3 only. So I'm going to take few minutes. നമ്മൾ കുറച്ച് സമയങ്ങൾ എടുക്കുകയാണ് so that we can end this paper. ഇനി 7 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. So 18th question. The RBI manages and services Government of India securities
നോട്ട് എനി സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. തെറ്റ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെയും സെക്യൂരിറ്റീസ് RBI മാനേജ് ചെയ്യാറുണ്ട്. അതാണെന്ത്? നമ്മുടെ SDL. ഓർമ്മയില്ലേ? കേന്ദ്ര ഗവൺമെന്റ് വേണ്ടിയിട്ട് ട്രഷറി ബിൽസും ക്യാഷ് മാനേജ്മെന്റ് ബില്ലും ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ RBI മാനേജ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഗവൺമെന്റ് ഡേറ്റഡ് സെക്യൂരിറ്റീസും RBI മാനേജ് ചെയ്യുന്നു. ലോങ് ടേം സെക്യൂരിറ്റീസ്, സർക്കാരിന്റെ ബോണ്ട് ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റി. സംസ്ഥാന ഗവൺമെന്റ് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസും RBI മാനേജ് ചെയ്യുന്നു. സോ യു ക്യാൻ സി, നോട്ട് അല്ല, സംസ്ഥാന ഗവൺമെന്റ് വേണ്ടിയും RBI സെക്യൂരിറ്റീസ് മാനേജ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. Treasury bills are issued by the central government and there are no treasury bills issued by state government. ശരിയാണ്. ട്രഷറി ബിൽസ് കേന്ദ്ര ഗവൺമെന്റ് മാത്രം ഇഷ്യൂ ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ആർ നോട്ട് എലിജിബിൾ ഫോർ ഷോർട്ട് ടേം ബോറോയിങ് ഇൻസ്ട്രുമെന്റ്. ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ട്രഷറി ബിൽസ് ഓഫേർഡ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഫ്രം ദ പാർ വാല്യൂ. നമ്മൾ പറഞ്ഞല്ലോ, ട്രഷറി ബില്ല് 10,000 രൂപ ട്രഷറി ബില്ല് ഗവൺമെന്റ് ഇറക്കുവാണെങ്കിൽ ഇതിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ കുറച്ചായിരിക്കും എന്ത്? കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ RBI വഴി നമുക്ക് വാങ്ങാൻ കഴിയുന്നത്. സപ്പോസ് 9,500 അല്ലെ 9,700, ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞായിരിക്കും എന്ത് നമ്മൾ വാങ്ങുന്നത്. സോ ദേ ആർ ഇഷ്യൂഡ് എ പ്രൈസ് ലോ ദാൻ ദ ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ. സോ 3യും ശരിയാണ്. സോ ബോത്ത് 2 and 3 are correct. 1 is wrong. So C, 2 and 3 only is the right answer. So നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഐ തിങ്ക് എവ്രി വൺ ഈസ് അവെയർ അബൌട്ട് ദ ട്രഷറി ബിൽസ്, സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസ്, അതുപോലെ ക്യാഷ് മാനേജ്മെന്റ് ബിൽ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് when we discussed money and banking. So next, which among the following is the chairman of FSDC, Financial Stability and Development Council? ഇത് ഞാൻ ക്ലാസ്സിൽ പറയാത്തതാണ്. ഞാൻ പറഞ്ഞിരുന്നു, when whatever portions or whatever miscellaneous topics that we have missed in the classes, ഞാൻ പറഞ്ഞിരുന്നു അഭ്യാസിനകത്ത് ഉൾപ്പെടുന്നു പറഞ്ഞു. അങ്ങനെ ഒരു വന്ന മിസ്സെലേനിയസ് ടോപ്പിക് ആണ് FSDCയുടെ ചെയർമാൻ ആരെന്നുള്ളത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ. ആൻഡ് വൺ മോർ തിങ്, ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 18th question. This is also a previous UPSC question. ഇത് എന്താണ്? ഒരു പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ RBI ട്രഷറി ബിൽ ആണോ. ആൻഡ് ഇത് നോക്കൂ, FSDC ചെയർമാൻ, ഇറ്റ് ഈസ് നോട്ട് RBI ഗവർണർ, ഇറ്റ് ഈസ് ഫിനാൻസ് മിനിസ്റ്റർ ആണ്, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് FSDCയുടെ ചെയർമാൻ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഡെവലപ്മെന്റ് കൗൺസിൽ. ആൻഡ് ദിസ് കമ്മിറ്റി വാസ് റെക്കമെൻഡഡ് ബൈ രഘുറാം രാജൻ കമ്മിറ്റിയാണ്. സോ നമ്മുടെ രഘുറാം രാജൻ കമ്മിറ്റിയാണ് 2008 ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഡെവലപ്മെന്റ് കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ആ നോക്കുകയാണെങ്കിൽ ദിസ് കമ്മിറ്റി ഈസ് മെയിൻലി ടു strengthen and institutionalize the mechanism for maintaining financial stability. നമ്മുടെ ഇന്ത്യയിലെ മൊത്തമുള്ള സാമ്പത്തിക സ്ഥിരത അത് ഉറപ്പുവരുത്തുകയാണെന്ന് ഈ ഒരു കമ്മിറ്റിയുടെ ഉദ്ദേശം. അത് മാത്രമല്ല, in this committee you can see there will be coordination between different financial institutions. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കാണും, RBI കാണും, സെബി കാണും, അതുപോലെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ട്, PFRDA, then IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി. സോ യു ക്യാൻ സി ഇന്ത്യയിലെ ഗവൺമെന്റും അതുപോലെ ധനകാര്യ മേഖലയെ റെഗുലേറ്റ് ചെയ്യുന്ന, ധനകാര്യ മേഖലയിൽ റെഗുലേഷൻ ചെയ്യുന്ന മറ്റ് ഏജൻസികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണെന്ത്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഡെവലപ്മെന്റ് കൗൺസിൽ. And the main aim is to ensure financial development or financial stability across the country. നമ്മുടെ കൺട്രിയിലെ പൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക സ്ഥിരതയാണ് ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം. And you can see ഇതിന്റെ മെമ്പേഴ്സ് വരുമ്പോൾ RBI, സെബി, PFRDA, IRDA, ഫിനാൻസ് സെക്രട്ടറി, then സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് സർവീസ്, ചീഫ് എക്കണോമിക് അഡ്വൈസർ, ഇവരെല്ലാം ഇവിടെ വരുന്നുണ്ട്, ഈ കമ്മിറ്റിയിൽ വരുന്നുണ്ട്. ചെയർമാൻ ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ആൻഡ് ആൾസോ ദർ ഈസ് എ സബ് കമ്മിറ്റി, FSDC സബ് കമ്മിറ്റി ഉണ്ട്, അത് ഹെഡ് ചെയ്യുന്ന ആരാ? RBI ഗവർണറുമാണ്. സോ അറിഞ്ഞിരിക്കുക ഈ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ മെമ്പേഴ്സിന്റെ ആരൊക്കെയാണുള്ളത്. Then next is primary deficit പറ്റിയാണ്. Primary deficit help us to know about the amount of borrowing that the government can utilize excluding the interest payment.
ശരിയാണല്ലോ. PD is equal to FD minus interest payment ആണ്. സോ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കിഴിച്ച് ബാക്കി എത്ര എമൗണ്ട് ഗവൺമെന്റിന് മറ്റു ചിലവുകൾക്ക് ചെലവാക്കാൻ പറ്റും എന്നാണ് പ്രൈമറി ഡെഫിസിറ്റ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. Then when primary deficit is zero, it means that government has resorted to borrowings just to pay the interest payment. So ഈ PD zero ആണെങ്കിൽ FD minus interest payment zero ആണ്. FD minus interest payment zero ആണെങ്കിൽ FDയും ഇൻട്രസ്റ്റ് പേയ്മെന്റും ഈക്വൽ ആവണം. സോ സർക്കാർ വാങ്ങുന്ന കടമല്ല, ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ we can see primary deficit zero. So you can see both 1 and 2 will be the answer. Then which of the following categories are included under PSL? മുൻഗണനാ മേഖല ലെൻഡിങ്ങിനകത്ത് വരുന്ന ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അറിയാലോ. 8 കാറ്റഗറി വരുന്നുണ്ട്. renewable energy, MSME, education, housing. All these are included. D is the right answer. So മറ്റു കൂടാതെ തന്നെ അഗ്രികൾച്ചർ വരുന്നുണ്ട്, സ്കൂൾ ക്രെഡിറ്റ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, then weaker section വരുന്നുണ്ട്. Then നബാർഡിനെ പറ്റിയാണ് 22nd question. NABARD is fully owned by Government of India. ആണല്ലോ. 2019 ഞാൻ പറഞ്ഞിരുന്നു നബാർഡിന്റെ ഓണർഷിപ്പ് പൂർണ്ണമായിട്ടും ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കറന്റ് നബാർഡ് എന്താ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഓൺ ചെയ്യുന്നത്. എന്നാൽ 1982 രൂപീകരിക്കുമ്പോൾ 50% ഓണർഷിപ്പ് RBIക്കും 50% ഓണർഷിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വരും. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാത്രമാണ്. Then NABARD can provide recommendations to RBI on the opening of new branches by state cooperative banks and RRB. So NABARD ഞാൻ പറഞ്ഞിരുന്നു ഒരു റീഫിനാൻസിങ് ഏജൻസിയാണ്. സംസ്ഥാന സഹകരണ ബാങ്കുകൾക്കും ജില്ലാ സഹകരണ ബാങ്കുകൾക്കും RRBക്കും ഗ്രാമീൺ ബാങ്കുകൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഫിനാൻസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ you can see they can provide recommendations to RBI regarding the opening of new branches of State Cooperative Bank and RRB. Both 1 and 2 are correct. Then Urban Infrastructure Development Fund. നമ്മൾ പറഞ്ഞാണ് ഈ ഫണ്ടിനെ പറ്റി ഓർമ്മ ഉണ്ടാവുമല്ലോ. NHB ഇതാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആയിരിക്കും അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് will be handling urban infrastructure development fund. So B is the right answer. Then which of the following statement regarding Indian Post Payment Bank are correct എന്നാണ്? It is the only payment bank which can accept demand and FD. ആണോ? അല്ല. പേയ്മെന്റ് ബാങ്കുകൾക്ക് ആരായാലും, അത് പ്രൈവറ്റ് പേയ്മെന്റ് ബാങ്ക് ആയാലും സർക്കാർ ഓൺ ചെയ്യുന്ന പേയ്മെന്റ് ബാങ്ക് ആയാലും, പേയ്മെന്റ് ബാങ്ക് ഈസ് നോട്ട് എലിജിബിൾ ടു അക്സെപ്റ്റ് fixed deposit or time deposit. They can only accept demand deposit. Second statement തെറ്റാണ്. And Indian Post Payment Bank എന്ന് പറഞ്ഞാൽ it is established under Department of Post ആണ് with 100% equity owned by Government of India. ശരിയാണ്. 100% ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഒരു ബാങ്ക് ആണ് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. So one only is the right answer. Answer A. Then consider the following statement regarding the banks and their priority sector lending target. RRB target എത്രയാണ്? 75% of net adjusted bank credit. അല്ലേ? ഒരു ബാങ്ക് കൊടുക്കുന്ന മൊത്തം ലോണിന്റെ 70% 70% RRB എന്ത് ചെയ്യണം? മുൻഗണന മേഖലയ്ക്ക് നൽകിയണം. സ്മാൾ ഫിനാൻസ് ബാങ്ക് ആണെങ്കിൽ we can see it is 40 അല്ല, it is 75 ആണ്. സോ RRBക്കും സ്മോൾ ഫിനാൻസ് ബാങ്കിനും 75 ആണ് ടാർഗറ്റ്. പേയ്മെന്റ് ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാൻ കഴിയില്ല. സോ ദർ ഈസ് നോ പ്രൈവറ്റ് സെക്ടർ ടാർഗറ്റ്. കോർപ്പറേറ്റ് ബാങ്കുകൾക്ക് 40%. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തായാലും, അത് പബ്ലിക് സെക്ടർ ബാങ്ക് ആയാലും കോർപ്പറേറ്റ് ബാങ്ക് ആയാലും പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയാലും, അതൊക്കെല്ലാം എന്താ ടാർഗറ്റ്? 40% ഓഫ് നെറ്റ് അഡ്ജസ്റ്റഡ് ബാങ്ക് ക്രെഡിറ്റ് ആണ്. സോ 1 and 4 are correctly matched. 2 and 3 are incorrectly matched. So answer എന്താ? Answer will be A, 1 and 4 only. So hereby we are concluding our discussion of
Abhyaas 5. I hope it is clear for everyone. Clear ആണോ എല്ലാവർക്കും? അതുപോലെ നാളത്തെ ക്ലാസ് രാവിലെയാണ്. വെരി ഗുഡ്. സോ നാളത്തെ ക്ലാസ് രാവിലെയാണ്. മോർണിംഗ് 6 to 8 ആയിരിക്കും സെഷൻ വരുന്നത്. നാളെ ക്ലാസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ടുമോറോ ദർ വിൽ ബി ക്ലാസ്. ടൈമിങ് 6 to 8 ആയിരിക്കും. ആൻഡ് വി ക്യാൻ ഡിസ്കസ്. നമുക്ക് അഭ്യാസ് 7 പെൻഡിങ് ആണ്. അഭ്യാസ് 7 കംപ്ലീറ്റ് ചെയ്യാം. അതോടെ നമ്മുടെ ടെസ്റ്റ് ഡിസ്കഷൻ എല്ലാം നമ്മൾ കഴിയും. സമയം ഉണ്ടെങ്കിൽ ഒരു ന്യൂ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും എഴുതിയിട്ടുണ്ടോ ഇതുവരെയുള്ള എല്ലാ ടെസ്റ്റുകളും? നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാറുണ്ട്. KAS Economics Hub എന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ ടെസ്റ്റിലും എനിക്ക് ഇടാറുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇടാറുണ്ട്. സോ ഐ ഹോപ്പ് എല്ലാവരും ടെസ്റ്റ് ചെയ്ത് വിശ്വസിക്കുന്നു. എഴുതാത്തവര് വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ടെസ്റ്റ് 7 എന്താ ഇന്ന് രാത്രി പറ്റുമ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ നോക്കും. ഓക്കെ, സോ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. താങ്ക് യു. ശരി.